എല്ലാവർക്കും കറണ്ട് അഫെയർ ടോപ്പിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിൽ ആദ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്ന കറണ്ട് അഫെയർ ടോപ്പിക്സ് ആണ്. നമ്മൾ അടുത്തിടെ വന്ന മാറ്റങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പേ നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ട് വന്നത് കേരളത്തിൽ ആദ്യം പാർട്ട് 1 പാർട്ട് 2 2 ക്ലാസ്സായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. മാക്സിമം കൂട്ടുകാരെല്ലാം പോയി ഒന്ന് കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് അഫെയർ സീരീസിൻ്റെ ക്ലാസ്സസ് എല്ലാം നമ്മുടെ കറണ്ട് അഫെയർ സീരീസിൻ്റെ പ്ലേലിസ്റ്റിൽ കയറിയാൽ കാണാൻ സാധിക്കുന്നതാണ്. അതായത് LDC പോലുള്ള LDCക്കൊക്കെ 20 മാർക്കോളമാണ് കറണ്ട് അഫെയറിൽ നിന്ന് ചോദിക്കുന്നത്. അപ്പോൾ കറണ്ട് അഫെയറിലെ ഓരോ മാർക്കും നമുക്ക് വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ടോപ്പിക് വൈസ് കറണ്ട് അഫെയർ ആയിട്ട് ഇങ്ങനെ പോകുന്നത്. ടോപ്പിക് വൈസ് ആയിട്ടാണ് നമ്മൾ കറണ്ട് അഫെയറിൻ്റെ ക്ലാസ് ഇടുന്നത്. അപ്പോൾ മാക്സിമം അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിൽ ആദ്യമായി വന്ന മാറ്റങ്ങളാണ്. അടുത്തിടെ വന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. കറണ്ട് അഫെയർ ചോദ്യങ്ങൾക്ക് സാധ്യതയുള്ള അടുത്തിടെ വന്ന കറണ്ട് അഫെയർ ആയിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ്, ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് പാസ്സാക്കിയ സംസ്ഥാന നിയമസഭ ഏതാണ്? ഉത്തരാഖണ്ഡാണ്. മറക്കല്ലേ. ഏകീകൃത സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിഫോം സിവിൽ കോഡ്. അപ്പം ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് പാസ്സാക്കിയ സംസ്ഥാന നിയമസഭ ഏതെന്ന് ചോദിച്ചാൽ പറയണം ഉത്തരാഖണ്ഡ്. ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് പാസ്സാക്കിയ സംസ്ഥാന നിയമസഭ എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡ് നിയമസഭയാണ്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി സ്ഥാപിതമാകുന്നത് ഹൈദരാബാദിലാണ്. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി സ്ഥാപിതമാകുന്നത് ഹൈദരാബാദിലാണ്. അപ്പോൾ എന്താണ് സ്ഥാപിതമാകുന്നത്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി സ്ഥാപിതമാകുന്നത് ഹൈദരാബാദിലാണ്. അടുത്തത്, കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എതിരെ പ്രമേയം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാ? തമിഴ്നാട്. അപ്പോൾ എന്താണ് പറഞ്ഞത്? കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാന നിയമസഭയാണ് തമിഴ്നാട്. കാരണം എന്തെന്ന് പറഞ്ഞാൽ അടുത്തിടെ കേന്ദ്ര സർക്കാർ ഒരു ഇത് കൊണ്ടുവന്നിരുന്നത്, അതായത് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടുവരുന്നത്. അതായത് നമ്മളുടെ സംസ്ഥാന നിയമസഭയിലേക്കുള്ള ഇലക്ഷനും അതുപോലെ തന്നെ പാർലമെൻറ്റ് ഇലക്ഷനോട് വരുമ്പോൾ അത് ഒരുമിപ്പിച്ച് ഒരു ദിവസം തന്നെ നടത്തുക എന്നുള്ളതാണ്. അതായത് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്. ഇപ്പോൾ എങ്ങനെ നടക്കുന്നത്? സംസ്ഥാന നിയമസഭയിലെ തിരഞ്ഞെടുപ്പ് 2-3 വർഷം കഴിഞ്ഞിട്ടും അതുപോലെ തന്നെ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ ഇപ്പോഴല്ലേ നടക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞ് രണ്ട് വർഷം കഴിയുമ്പോഴല്ലേ നമ്മളുടെ സംസ്ഥാന നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരുന്നത്. അതുപോലെയല്ലേ ഓരോ സംസ്ഥാനങ്ങളും പല ടൈമിങ്ങിലല്ലേ സംസ്ഥാന നിയമസഭകളിലെ ഇലക്ഷൻസൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഏകോപിപ്പിച്ച് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നത് കേന്ദ്ര സർക്കാർ മുന്നോട്ട് കൊണ്ടുവന്നിരുന്നു. അങ്ങനൊരു സംഭവം കൊണ്ടിരുന്നു. അപ്പം കൊണ്ടുവന്ന ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് അതിനെതിരെ പ്രമേയം പാസ്സാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാന നിയമസഭയാണ് തമിഴ്നാട്. അപ്പോൾ ഇങ്ങനെ അങ്ങ് ഓർത്തു വെച്ചാൽ മതി. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പിനെതിരെ പ്രമേയം പാസ്സാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാന നിയമസഭ ഏതാണ്? തമിഴ്നാട്. കാരണം എന്താ വെച്ചാൽ തമിഴ്നാട്ടിൽ ഈ വട്ടത്തെ ഇലക്ഷന് കേന്ദ്രം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കേന്ദ്രത്തിൽ കൂടുതലും BJP അല്ലേ ഭരിക്കുന്നത്. അപ്പോൾ തമിഴ്നാട്ടിൽ ഈ വട്ടം BJPക്ക് ഒരു സീറ്റ് പോലും കിട്ടിയില്ല. അപ്പോൾ ഓർത്ത് വെച്ചോ, തമിഴ്നാട്ടിൽ പക്ഷേ കേരളത്തിൽ ഒരു സീറ്റ് കിട്ടി, തമിഴ്നാട്ടിൽ ഒരു സീറ്റ് പോലും BJPക്ക് കിട്ടിയില്ല. കേന്ദ്രം എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ തമിഴ്നാട് ഈ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പിന് എതിരെയായിട്ടാണ് വരുന്നത്. അപ്പോൾ ഓർത്തോ BJPക്ക് എതിരെയാണോ? ഓർത്തോ തമിഴ്നാട്. അപ്പോൾ അതുകൊണ്ട് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പിനെതിരെ പ്രമേയം പാസ്സാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാന നിയമസഭ തമിഴ്നാടാണ്. ഇത് നിങ്ങൾ ഓർത്തു വെക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നതാണ്, രാഷ്ട്രീയമൊന്നുമില്ല. അപ്പോൾ അടുത്ത പോയിന്റ് നോക്കാം. ജൽ ജീവൻ മിഷൻ്റെ ഭാഗമായി 100% ഹൗസ് ഹോൾഡ് ടാപ്പ് കണക്ഷൻ നേടിയ ആദ്യ വടക്ക് കിഴക്കൻ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. ജൽ ജീവൻ മിഷൻ എന്താണ്? അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്. അതായത് പഞ്ചായത്ത് വഴി നമ്മളുടെ വീട്ടിൻ്റെ മുമ്പിൽ വെള്ളം എത്തിക്കുക എന്നുള്ളതാണ് ജൽജീവൻ മിഷൻ്റെ പദ്ധതി. ആ ജൽജീവൻ മിഷൻ്റെ ഭാഗമായി 100% ഹൗസ് ഹോൾഡ് ടാപ്പ് കണക്ഷൻ നേടിയ ആദ്യ വടക്ക് കിഴക്കൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അപ്പോൾ 100% ഹൗസ് ഹോൾഡ് ടാപ്പ് കണക്ഷൻ നേടിയ ജൽജീവൻ മിഷൻ്റെ ഭാഗമായി 100% ഹൗസ് ഹോൾഡ് ടാപ്പ് കണക്ഷൻ നേടിയ ആദ്യ വടക്ക് കിഴക്കൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഓർത്തു വെച്ചോണേ. അടുത്തത്, ഇന്ത്യയിലെ ആദ്യ ഹെലികോപ്റ്റർ എമർജൻസി മെഡിക്കൽ സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. അപ്പം ഇന്ത്യയിലെ തന്നെ ആദ്യ ഹെലികോപ്റ്റർ എമർജൻസി മെഡിക്കൽ സർവീസ് ആരംഭിച്ചത് ഉത്തരാഖണ്ഡിലാണ്. അതിങ്ങനെ കൊടുത്തു. ഉത്തരാഖണ്ഡിലല്ലേ നമ്മുടെ ഈ കേദാർനാഥ് അങ്ങനെയുള്ള ഉയരത്തിലുള്ള
നമ്മുടെ ഉയരത്തിലുള്ള അമ്പലങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഉത്തരാഖണ്ഡ്, കേദാർനാഥ് അതുപോലെ തന്നെ ഞാൻ മറന്നുപോയി, അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഉത്തരാഖണ്ഡിലല്ലേ വരുന്നത്, തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ ഉയരത്തിലുള്ള. അപ്പോൾ ഉത്തരാഖണ്ഡ് എന്ന് പറഞ്ഞ സംസ്ഥാനം പൊതുവേ മലകളാലും അങ്ങനെയൊക്കെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സംസ്ഥാനമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉയരത്തിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഉത്തരാഖണ്ഡ്, കേദാർനാഥ് അതുപോലുള്ള ട്രക്കിംഗ് ഉള്ള സംഭവങ്ങളെല്ലാം ഉത്തരാഖണ്ഡിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഉത്തരാഖണ്ഡിൽ എന്താണ് വേണ്ടത്, ഉയരത്തിലേക്ക് നമുക്ക് പോകണമെങ്കിൽ എന്തോ വേണം, ഹെലികോപ്റ്റർ വേണ്ടേ. അതുകൊണ്ട് അത് അങ്ങനെ ഓർത്ത് വെച്ചോ. ഇന്ത്യയിലെ ആദ്യ ഹെലികോപ്റ്റർ എമർജൻസി മെഡിക്കൽ സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരാഖണ്ഡിൽ. മനസ്സിലായേ? മറക്കല്ലേ ഇനി. അപ്പം ആദ്യ ഹെലികോപ്റ്റർ എമർജൻസി മെഡിക്കൽ സർവീസ് എവിടെയാണ്? ഉത്തരാഖണ്ഡിൽ ഓർത്ത് വെച്ചോ. അടുത്തത്, ഇന്ത്യയിലെ ആദ്യ അണ്ടർ മെട്രോ നിലവിൽ വന്ന വന്ന നഗരം ഏതെന്നാണ്? കൊൽക്കത്തയിലാണ് അണ്ടർ വാട്ടർ മെട്രോ, അതായത് വെള്ളത്തിനടിയിൽ കൂടെയുള്ള. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്ന നഗരം കൊൽക്കത്തയിലാണ്. അപ്പോൾ കൊൽക്കത്തയിൽ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്നിട്ടുണ്ട് ഇപ്പം നിലവിൽ. അതുപോലെ തന്നെ ഹൂഗ്ലി നദിയിലാണ് കൊൽക്കത്തയിലെ, അത് ഹൂഗ്ലി നദി ഒഴുകുന്നത് എവിടെയാണ്? കൊൽക്കത്ത നഗരത്തിലെ സൈഡിൽ കൂടെ അല്ലേ ഒഴുകുന്നത്. അപ്പോൾ ഹൂഗ്ലി നദിയിലൂടെയാണ് അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ആഴത്തിലുള്ള മെട്രോ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഹൗറ മെട്രോ സ്റ്റേഷനും അതും കൊൽക്കത്തയിലാണ്. ഹൗറ മെട്രോ സ്റ്റേഷനാണ് ഇന്ത്യയിലെ ഏറ്റവും ആഴത്തിലുള്ള മെട്രോ സ്റ്റേഷൻ. ക്ലിയർ ആയി? അടുത്തത്, സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് രംഗ്പോയിലാണ്. ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് സിക്കിമിൽ റെയിൽവേ സ്റ്റേഷൻ ഇല്ലായിരുന്നു. സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് രംഗ്പോ. ഇത് പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്. രംഗ്പോ, സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെയാണ്? രംഗ്പോ. അടുത്തത്, ഇന്ത്യയിലെ ആദ്യ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കോഴിക്കോടാണ്. ഇത് നമ്മൾ കേരളത്തിൽ ആദ്യം പറഞ്ഞ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തതാണ്. ഇന്ത്യയിലെ ആദ്യ എന്നല്ല ഒന്ന് ഓർത്ത് വെച്ചോ, ഇന്ത്യയിലെ ആദ്യ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോടാണ്, മറക്കല്ലേ. ഇന്ത്യയിൽ ആദ്യമായി വിധവ പുനർവിവാഹ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ജാർഖണ്ഡ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി വിധവ പുനർവിവാഹ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ജാർഖണ്ഡാണ്. അതായത് നമ്മുടെ ഈ ജാർഖണ്ഡ് എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെയല്ലേ കുറച്ചുകൂടെ ഗോത്രവർഗവും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കൂടുതലും താമസിക്കുന്നത്. അപ്പോൾ അവരുടെ ഇടയിലൊക്കെ ഇങ്ങനെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ ഒരുപാടുണ്ടല്ലോ, നമ്മളിങ്ങനെ ന്യൂസിലുമൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വിധവ പുനർവിവാഹ പദ്ധതി ആയിട്ട് അവിടുത്തെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചോ, ഇന്ത്യയിൽ ആദ്യമായി വിധവ പുനർവിവാഹ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ജാർഖണ്ഡാണ്. അടുത്തത്, സമുദ്ര വിഭവങ്ങളും സമുദ്ര ജൈവ വൈവിധ്യവും സംരക്ഷിക്കുന്നതിനായി മറൈൻ എലൈറ്റ് ഫോഴ്സ് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. നല്ലൊരു ക്വസ്റ്റ്യനാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, സമുദ്ര വിഭവങ്ങളും സമുദ്ര ജൈവ വൈവിധ്യവും സംരക്ഷിക്കുന്നതിനായി മറൈൻ എലൈറ്റ് ഫോഴ്സ് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ്. അപ്പം മറൈൻ എലൈറ്റ് ഫോഴ്സ് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം തമിഴ്നാട്, മറക്കല്ലേ. അടുത്തത്, ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ സ്വതന്ത്ര ആസ്ഥാന മന്ദിരമായ നൗസേന ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഇപ്പോൾ ഈ ഇടയ്ക്കാണ് ഈ ഭവൻ വന്നത്. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ സ്വതന്ത്ര ആസ്ഥാന മന്ദിരമായ നൗസേന ഭവൻ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യ ബാറ്ററി സ്റ്റോറേജ് ജിഗാ ഫാക്ടറി പ്രവർത്തനം ആരംഭിക്കുന്നത് ജമ്മു കാശ്മീരിലാണ്. മറക്കല്ലേ, ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യയിലെ ആദ്യ ബാറ്ററി സ്റ്റോറേജ് ജിഗാ ഫാക്ടറി പ്രവർത്തനം ആരംഭിക്കുന്നത് ജമ്മു കാശ്മീരിലാണ്. ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാനാണ്. അപ്പോൾ എന്താണ്? ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാനാണ്. ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിനാണ് ഹവീഷുർ. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിനാണ് ഹവീഷുർ. ഇന്ത്യയിലെ ആദ്യ AI അധിഷ്ഠിത ഓങ്കോളജി സെൻറ്റർ നിലവിൽ വരുന്നത് ബാംഗ്ലൂരാണ്. അപ്പം ബംഗളൂരുവിലാണ് ഇന്ത്യയിലെ ആദ്യ AI അധിഷ്ഠിത ഓങ്കോളജി സെൻറ്റർ നിലവിൽ വരുന്നത്. ലോകത്തിലാദ്യമായി മെലാനിസ്റ്റിക് ടൈഗർ സഫാരി നിലവിൽ വരുന്നത് എവിടെയാണെന്നാണ്? ഒഡീഷയിലാണ്. സിമിലിപാൽ ടൈഗർ റിസർവിന് സമീപമാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ലോകത്തിലാദ്യമായി മെലാനിസ്റ്റിക് ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വന്നത് ഒഡീഷയിലാണ്, മറക്കല്ലേ. ഇന്ത്യൻ ആർമിയുടെ ആദ്യ വനിതാ സുബേദാർ ആരാണ്? പ്രീതി രജക്.
പ്രീതി രജക്. ഇത് പ്രത്യേകിച്ച് കോഡ് ഒന്നും ഇല്ല, നമ്മളങ്ങ് പഠിച്ചു വെക്കുക എന്നുള്ളതേ ഉള്ളേ. ഇന്ത്യൻ ആർമിയുടെ ആദ്യ വനിതാ സുബേദാർ ആരാണ്? പ്രീതി രജക്. പ്രീതി രജക്, പ്രീതി രജക്. അപ്പോൾ ഇന്ത്യൻ ആർമിയുടെ ആദ്യ വനിതാ സുബേദാർ ആരാണ്? പ്രീതി രജക്, പ്രീതി രജക്. മറക്കല്ലേ. ഇന്ത്യയിലെ ജമ്മു കാശ്മീരിലെ ആദ്യ ബേർഡ് ഫെസ്റ്റിവൽ നടന്ന സ്ഥലം പഹൽഗാം. പഹൽഗാം. അപ്പോൾ നമ്മൾ ഈ പഹൽഗാം വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്, നമ്മൾ ഈ വ്ളോഗിലും കാര്യങ്ങളൊക്കെ കാണുന്നില്ലേ. അപ്പോൾ അത് വെച്ച് ഓർത്ത് വെച്ചോ, ജമ്മു കാശ്മീരിലെ ആദ്യ ബേർഡ് ഫെസ്റ്റിവൽ നടന്ന സ്ഥലം പഹൽഗാം. അപ്പോൾ ജമ്മു കാശ്മീരിൽ തന്നെ ഒരു മികച്ചൊരു സ്ഥലമാണ് പഹൽഗാം, അതായത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെയാണ്. അപ്പം ജമ്മു കാശ്മീരിലെ ആദ്യ ബേർഡ് ഫെസ്റ്റിവൽ നടന്ന സ്ഥലം പഹൽഗാം, ഓർത്ത് വെച്ചോ. ഇന്ത്യയിൽ ആദ്യമായി എക്സ്പ്രസ് വേയിൽ മൃഗങ്ങൾക്ക് സുരക്ഷിതമായി മുറിച്ചു കടക്കുന്നതിനായി ഹരിത മേൽപ്പാലം ഒരുക്കിയ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. അതായത് നമ്മളിപ്പം കേരളം വിട്ട് ഒരു കർണാടകയൊക്കെ വിട്ട് കഴിയുമ്പോഴത്തേനും പല സംസ്ഥാനങ്ങളിലും, നോർത്ത് ഇന്ത്യൻ പല സംസ്ഥാനങ്ങളിലും നമ്മൾ യാത്ര ചെയ്തവർക്കറിയാം. അതായത് ഇങ്ങനെ പശുക്കളും മൃഗങ്ങളും ഒക്കെ റോഡിൽ കൂടെ ഇങ്ങനെ ഒഴുകി നടക്കുവാണ്. അത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് വരുന്നത്. പക്ഷേ അവിടെ അങ്ങനെ ഒരു പശുവിനെ ഇടിച്ചു കഴിഞ്ഞാൽ നമുക്കതിരെ കേസുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഇന്ത്യയിൽ ആദ്യമായി എക്സ്പ്രസ് വേയിൽ മൃഗങ്ങൾക്ക് സുരക്ഷിതമായി മുറിച്ചു കൊടുക്കുന്നതിനായി ഹരിത മേൽപ്പാലം ഒരുക്കിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അപ്പോൾ അങ്ങനെ മഹാരാഷ്ട്ര സർക്കാർ അതുകൊണ്ട് ഹരിത മേൽപ്പാലം, എക്സ്പ്രസ് വേയിൽ ഹരിത മേൽപ്പാലം ഒരുക്കിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അതായത് മൃഗങ്ങൾക്ക് എക്സ്പ്രസ് വേയിൽ മൃഗങ്ങൾക്ക് സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കുന്നതിനായി ഹരിത മേൽപ്പാലം ഒരുക്കിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം മഹാരാഷ്ട്ര. തീരമേഖലയിൽ നിന്നുള്ള ആദ്യ വനിതാ കൊമേഴ്ഷ്യൽ പൈലറ്റായ മലയാളി ആരാണ്? ജെനി ജെറോം. അപ്പോൾ തീരമേഖലയിൽ നിന്നുള്ള ആദ്യ വനിതാ കൊമേഴ്ഷ്യൽ പൈലറ്റായ മലയാളി ആരാണ്? ജെനി ജെറോം. ഇന്ത്യയുടെ ആദ്യ ആഴക്കടൽ മനുഷ്യദൗത്യം സമുദ്രയാൻ. ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. ഇന്ത്യയുടെ ആദ്യ ആഴക്കടൽ മനുഷ്യദൗത്യം എന്താണ്? സമുദ്രയാനാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ആഴക്കടൽ മനുഷ്യദൗത്യം എന്താണ്? സമുദ്രയാൻ. അപ്പോൾ സമുദ്രയാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യനെ ആഴക്കടലിലോട്ട് ഇറക്കുന്ന ഒരു മനുഷ്യ ദൗത്യമാണ് സമുദ്രയാൻ എന്ന് പറയുന്നത്. അതായത് മത്സ്യ 6000 എന്ന സബ്മേഴ്ഷ്യൽ വാഹനമാണ് 6000 മീറ്റർ താഴ്ചയിലേക്ക് എത്തിക്കുന്നത്. അപ്പം മത്സ്യ 6000 എന്ന സബ്മേഴ്സിബിൾ വാഹനമാണ് 6000 മീറ്റർ താഴ്ചയിലേക്ക് എത്തിക്കുന്നത്. ചെന്നൈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജിയാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. അപ്പോൾ മറക്കല്ലേ, ഇന്ത്യയുടെ ആദ്യ ആഴക്കടൽ മനുഷ്യദൗത്യം സമുദ്രയാൻ മനുഷ്യനെ എങ്ങനെയാണ് ഏത് സബ്മേഴ്ഷ്യൽ വാഹനത്തിലാണ് എത്തിക്കുന്നത്? മത്സ്യ 6000 എന്ന വാഹനത്തിൽ, സബ്മേഴ്ഷ്യൽ വാഹനത്തിലൂടെയാണ് 6000 മീറ്റർ താഴ്ചയിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇത് രൂപകൽപ്പന ചെയ്തത് ചെന്നൈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജിയാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ സെൽ ബസ് സർവീസ് ആരംഭിക്കുന്ന എവിടെയാണ്? ലഡാക്ക്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ സെൽ ബസ് സർവീസ് ആരംഭിക്കുന്നത് ലഡാക്കിലാണ്. ആദ്യ ഹൈഡ്രജൻ സെൽ ബസ് ആരംഭിക്കുന്നത് ലഡാക്കിലാണ്, മറക്കല്ലേ. ഇന്ത്യയിൽ ആദ്യമായി നിലവിൽ വരുന്ന 8 വരി എലവേറ്റഡ് എക്സ്പ്രസ് ഹൈവേ ഏതാണ്? ദ്വാരക എക്സ്പ്രസ് വേ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി നിലവിൽ വരുന്ന 8 വരി എലിവേറ്റഡ് എക്സ്പ്രസ് ഹൈവേ ഏതാണെന്ന് ചോദിച്ചാൽ പറയണം ദ്വാരക എക്സ്പ്രസ് വേ. അതുപോലെ തന്നെ ജനിതക ഘടന കണ്ടെത്തപ്പെട്ട ഇന്ത്യയിലെ ആദ്യ കടൽ മത്സ്യം മത്തി. ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ജനിതക ഘടന കണ്ടെത്തപ്പെട്ട ഇന്ത്യയിലെ ആദ്യ കടൽ മത്സ്യം മത്തിയാണ്. നമ്മൾ കഴിക്കുന്ന മത്തിയാണ്. മത്തിക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന് ഓർത്തത്, നമ്മൾ കഴിക്കുന്ന മത്തിക്ക് ജനിതക ഘടന കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ജനിതക ഘടന കണ്ടെത്തപ്പെട്ട ഇന്ത്യയിലെ ആദ്യ കടൽ മത്സ്യം മത്തിയാണ്. ഇനി മത്തി കഴിക്കുമ്പോൾ ഓർക്കണം. അടുത്തത്, പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഏതാണ്? വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്ക്. അപ്പോൾ എന്താണ് പറഞ്ഞത്? പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഏതാണ്? വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്ക്, കണ്ണൂർ. നമ്മുടെ കണ്ണൂരിലാണ് അത് വരുന്നത്. കേരളത്തിലാദ്യം എന്നുള്ള ടോപ്പിക്കിൽ നമ്മളിത് പറഞ്ഞതാണ്. അതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ ആദ്യമായി ആംഗ്യ ഭാഷയിൽ വാദങ്ങൾ നടത്തിയ അഭിഭാഷക സാറാ സണ്ണി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. അതായത് സുപ്രീം കോടതിയിൽ ആദ്യമായി ആംഗ്യ ഭാഷയിൽ വാദങ്ങൾ നടത്തിയ അഭിഭാഷക ആരാണ്? സാറാ സണ്ണി. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായി ജാതി സെൻസസ് പുറത്തുവിട്ട സംസ്ഥാനം ബീഹാർ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ജാതി സെൻസസ് പുറത്തുവിട്ട സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം ബീഹാറിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ജാതി സെൻസസ് പുറത്തുവിട്ട സംസ്ഥാനം ബീഹാർ.
അതുപോലെ തന്നെ എ ഐ അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയുള്ള ആദ്യ ഇന്ത്യൻ സിനിമയാണ് മോണിക്ക ആൻഡ് എ ഐ സ്റ്റോറി. സംവിധാനം EM അഷ്റഫ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്. എന്താണ് AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ആദ്യ ഇന്ത്യൻ സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ പറയണം മോണിക്ക ആൻഡ് എ ഐ സ്റ്റോറി. സംവിധാനം ചെയ്തേക്കുന്ന ആളാരാണ്? EM അഷ്റഫ്. ക്ലിയർ ആയേ? അടുത്തത് ലോകത്തിലാദ്യമായി 3D പ്രിന്റഡ് ക്ഷേത്രം നിലവിൽ വരുന്നത് എവിടെയാണ്? സിദ്ദിപ്പേട്ട് തെലുങ്കാന. അപ്പം ലോകത്തിലാദ്യമായി 3D പ്രിന്റഡ് ക്ഷേത്രം നിലവിൽ വരുന്നത് എവിടെയാണ്? സിദ്ദിപ്പേട്ട് തെലുങ്കാന. അപ്പം ലോകത്തിലാദ്യ 3D പ്രിന്റഡ് ക്ഷേത്രം നിലവിൽ വരുന്നത് സിദ്ദിപ്പേട്ട് തെലുങ്കാന. ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്നത് അഹമ്മദാബാദാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്നത് അഹമ്മദാബാദാണ്. അപ്പം ബുള്ളറ്റ് ട്രെയിൻ എവിടെ തൊട്ട് എവിടെ വരെയാണ്? മുംബൈ മുതൽ അഹമ്മദാബാദ് വരെയാണ് ബുള്ളറ്റ് ട്രെയിൻ നിലവിൽ വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്നത് അഹമ്മദാബാദിലാണ്. എല്ലാ ജില്ലകളിലും ഹാൾമാർക്കിംഗ് സെൻറ്ററുകൾ ഉള്ള ആദ്യ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. എല്ലാ ജില്ലകളിലും, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ ജില്ലകളിലും ഹാൾമാർക്കിംഗ് സെൻറ്ററുകളുള്ള ആദ്യ സംസ്ഥാനം കേരളമാണ്. അതുപോലെ തന്നെ 1 ലക്ഷം കോടി വിപണി മൂല്യം പിന്നിട്ട ആദ്യ ഇന്ത്യൻ വിമാന കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ പറയണം ഇൻഡിഗോ. 1 ലക്ഷം കോടി വിപണി മൂല്യം പിന്നിട്ട ആദ്യ ഇന്ത്യൻ വിമാന കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ പറയണം ഇൻഡിഗോ. ഇന്ത്യയിലെ ആദ്യ ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ചത് ചെന്നൈയിലാണ്. ഇന്ത്യയിലെ ആദ്യ AI അധിഷ്ഠിത യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത്, അതായത് ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലാണ്. അതുപോലെ തന്നെ റൈറ്റ് ടു വാക്ക് നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബാണ്. ഇന്ത്യയുടെ ആദ്യ അന്താരാഷ്ട്ര ക്രൂയിസ് കപ്പൽ വരുന്നത് MV എക്സ്പ്രസ് ആണ്. എംപ്രസ് ആണ് വരുന്നത്. അതായത് ഇന്ത്യയുടെ ആദ്യ അന്താരാഷ്ട്ര ക്രൂയിസ് കപ്പൽ MV എംപ്രസ് ആണ് വരുന്നത്. ചെന്നൈ മുതൽ ശ്രീലങ്ക വരെയാണ് ഇതിൻ്റെ സർവീസ് വരുന്നത്. സർക്കാർ വകുപ്പുകളിൽ 100% ഇലക്ട്രിക് വാഹനങ്ങളുള്ള ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. പ്രീവിയസ് ആണ് ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും റിപ്പീറ്റ് ചെയ്യും, ഒന്നുകൂടെ പറയാം. സർക്കാർ വകുപ്പുകളിൽ 100% ഇലക്ട്രിക് വാഹനമുള്ള ആദ്യ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. അതുപോലെ തന്നെ പൂർണ്ണമായും ഗവേൺസ് മോഡിലേക്ക് മാറുന്ന ആദ്യ ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ജമ്മു കാശ്മീർ. അപ്പോൾ പൂർണ്ണമായും ഗവേൺസ് മോഡിലേക്ക് മാറുന്ന ആദ്യ ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം ജമ്മു കാശ്മീർ. ഇന്ത്യയിൽ ആദ്യമായി പ്രാദേശിക ഭാഷയിൽ വിധി പ്രസിദ്ധീകരിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതിയായിട്ട് നമുക്ക് ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി പ്രാദേശിക ഭാഷയിൽ വിധി പ്രസിദ്ധീകരിച്ച ഹൈക്കോടതി ഏതാണെന്ന് ചോദിച്ചാൽ പറയണം കേരള ഹൈക്കോടതി. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് ജില്ലയാണ്? കൊല്ലം ജില്ലയാണ്. നമ്മുടെ കൊല്ലം ജില്ലയാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് കൊല്ലം ജില്ലയാണ്. ദി സിറ്റിസൺ എന്ന ക്യാമ്പയിൻ വഴിയാണ്, ഇതെല്ലാം ഓർത്ത് വെച്ചാണ്, ദി സിറ്റിസൺ എന്ന ക്യാമ്പയിൻ വഴിയാണ് കൊല്ലം ജില്ലയ്ക്ക് അങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ടത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത് എന്ന് പറയുന്നത് കുളത്തൂപ്പുഴയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ഗാർഡൻ ആരംഭിച്ച സർവകലാശാല കേരള സർവകലാശാലയാണ്. അപ്പോൾ കേരള സർവകലാശാലയിൽ ഡിജിറ്റൽ ഗാർഡൻ ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ഗാർഡൻ ആരംഭിച്ച സർവകലാശാല കേരള സർവകലാശാലയാണ്. അടുത്തത് ഇന്ത്യയിലെ ആദ്യ ഗോൾഡ് ATM നിലവിൽ വന്നത് ഹൈദരാബാദ്. സാധാരണ നമ്മൾ ATMൽ എന്തിനാണ് പോകുന്നത്? പൈസ എടുക്കാനല്ലേ പോകുന്നത്. പക്ഷേ ഈ ATMൽ പോയാൽ നമുക്ക് ഗോൾഡാണ് കിട്ടുന്നത്. അതാണ് ഗോൾഡ് ATM. അതായത് അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ചോ, ഇന്ത്യയിലെ ആദ്യ ഗോൾഡ് ATM നിലവിൽ വന്നത് ഹൈദരാബാദിലാണ്. ഇന്ത്യയിലെ ആദ്യ ഗോൾഡ് ATM നിലവിൽ വന്നത് ഹൈദരാബാദ് മറക്കല്ലേ. ഗോൾഡ് ATM ഹൈദരാബാദ് മറക്കല്ലേ. അപ്പം ഇന്ന് നമ്മൾ പഠിച്ചത് ഇന്ത്യയിൽ ആദ്യം എന്ന കറണ്ട് അഫയർ ടോപ്പിക്കിലെ കുറച്ച് പോയിൻറ്റ്സ് ആണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതിൽ നിന്നൊരു മാർക്ക് നിങ്ങൾക്ക് ഷുവറായിട്ടും ഇനി വരുന്ന പരീക്ഷകളിൽ ചോദിക്കും എന്നുള്ളത് ഞാനൊരു 100% ഉറപ്പ് പറയുന്നു. ഈ നമ്മൾ ഇന്ന് പഠിച്ച പോയിൻറ്റ്സിൽ നിന്നും ഒരു മാർക്ക് ഇനി വരുന്ന WCPA ആയിക്കോട്ടെ, LDC, ഇപ്പോൾ വിവിധ ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ ഈ പഠിച്ചത് വരും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ക്ലാസ് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ റിപ്പീറ്റ് അടിച്ച് തന്നെ കാണാൻ ശ്രമിക്കുക. നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ നോട്ട് ഞാൻ
ടെലഗ്രാം ചാനലിൽ ഇട്ടേക്കാമേ. ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കയറി ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് നോട്ട്സ് കൂടെ ഡൗൺലോഡ് ചെയ്ത് ആദ്യം ക്ലാസ് ഒന്ന് കാണുമോ. ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ നോട്ട്സ് ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോട്ട്സ് കൂടെ ഒന്ന് വായിക്കുമ്പോഴത്തേനും പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാച്ച് ആവും, തലയിലോട്ട് പെട്ടെന്ന് കയറും. അപ്പോൾ അതുപോലെ തന്നെ LDC ബേസ് ചെയ്തുള്ള സുപ്രധാന നിയമങ്ങളുടെ 2 ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സിവിക്സിൻ്റെ കേരള ഭരണരംഗവുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്തിലെ ടോപ്പിക്കിലെ 3 ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഗവേൺസ് സംസ്ഥാന സർവീസ്, അതുപോലെ തന്നെ ഗവേൺസ് സംസ്ഥാന സർവീസ് തുടങ്ങിയ ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. മാക്സിമം എല്ലാവരും കയറി കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പം പുതിയൊരു കറണ്ട് അഫയർ ടോപ്പിക് ക്ലാസ് തൊട്ട് നമ്മൾ ഉടനെ തന്നെ എത്തുന്നതാണ്. ഇനിയിപ്പോൾ ജൂലൈ 27 നമ്മുടെ ഫസ്റ്റ് ആദ്യഘട്ട എക്സാം വരുന്നത് LDCയുടെ. അതിനു മുമ്പ് നമ്മൾ കറണ്ട് അഫയർ ടോപ്പിക് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ മാക്സിമം മോഡൽ കറണ്ട് അഫയർ നമ്മൾ തന്നെ തയ്യാറാക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. കറണ്ട് അഫയർ നമുക്ക് 20 18 മാർക്കിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു വിധത്തിൽ നിങ്ങളെ ഞാൻ മാക്സിമം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ നമുക്ക് എന്താണ് ചെയ്ത് തരേണ്ടതെന്ന് പറഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ റിപ്പീറ്റ് അടിച്ച് മാക്സിമം ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക, നമ്മുടെ ക്ലാസ് ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഒട്ടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു.